ബുദ്ധിമാനായ മടയൻ. ഒരു ഗ്രാമത്തിൽ 4 സ്നേഹിതന്മാർ പരസ്പരം ഐക്യത്തോടെ കഴിഞ്ഞിരുന്നു. അവരിൽ 3 പേർ പണ്ഡിതന്മാരും ഒരാൾ മടയനുമായിരുന്നു. പണ്ഡിതന്മാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല, എന്നാൽ മടയനാകട്ടെ ബുദ്ധിമാനായിരുന്നു. ഒരിക്കൽ അവർ ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. മടയനായ സ്നേഹിതനെ കൂടി കൊണ്ടുപോയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് പണ്ഡിതന്മാരിൽ 2 പേർ പറഞ്ഞു. എന്നാൽ മൂന്നാമൻ അതിനെ എതിർത്തു. അയാൾ പറഞ്ഞു, നമ്മുടെ മൃതത്തെ കൂടി കൊണ്ടുപോകാതിരിക്കുന്നത് ഉചിതമല്ല. കുട്ടിക്കാലം മുതൽക്കേ നാം ഒന്നിച്ചു കളിച്ചു വളർന്നവരല്ലേ, അതുകൊണ്ട് പകയ്ക്ക് കൊള്ളാത്തവനെങ്കിലും അവനെ കൂടി നാം കൊണ്ടുപോകണം. അവസാനം 4 പേരും ഒന്നിച്ച് യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ യാത്ര ആരംഭിച്ചു. നടന്ന് അവർ വിജനമായ ഒരു വനത്തിലെത്തി. വനത്തിൽ ഒരു മൃഗത്തിൻ്റെ അസ്ഥിപഞ്ജരം അവർ കണ്ടു. ആ അസ്ഥിപഞ്ജരത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് അത് സിംഹത്തിൻ്റെ